ഇന്നത്തെ ഈ പോക്ക് എടുക്കാന്നുള്ളത് അറിയണ്ടേ? പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പോണതിന് മുമ്പ് തന്നെ അനിസക പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡ്രസ്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാളും പഴയ ഡ്രസ്സിന് ഇട്ടാൽ മതി എന്നുള്ളത്. കാരണം ഇത് രണ്ടാമത്തെ പോക്കാണ് പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടേ. എന്തായാലും നമ്മൾ വന്നിട്ടുള്ളത് വളാഞ്ചേരിക്കാണ്. ആദ്യം തന്നെ നീനുള്ള എടുക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളത് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടന്ന് തിരഞ്ഞെടുക്കാലോ. എന്താണെങ്കിലും സമാധാനമായി. അവൾക്കുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ കിട്ടിയിട്ടാ. കാരണം നല്ല കളക്ഷൻ ഉള്ള ഷോപ്പാണ്. നിങ്ങളൊക്കെ വളാഞ്ചേരി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കണേ. എൻ്റെ കോൺസെപ്റ്റിലുള്ള അതേ ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടാ. പാൻറ് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിതാ അടുത്ത പോക്ക് വലിയ ടാസ്ക് എനിക്കുള്ള ഡ്രസ്സ് എടുക്കലാണ് കേട്ടോ. സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഇത്രയും തടിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പുറത്തിറങ്ങിയ നമ്മളെ പരിപാടിയാണ് ആദ്യം വിശപ്പ് അകറ്റുക എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു ഷവർമ അകത്താക്കാന്ന് വിചാരിച്ച് എന്താണെന്നറിയില്ല എന്നുള്ളതാണ് പുറത്തിറങ്ങിയ വിശപ്പിൻ്റെ ഒരു അസുഖം. അത് പലർക്കുള്ള അസുഖമാണല്ലേ. ഇനിതാ അടുത്തത് വുമൻസ് മാളിൽ വന്നിട്ടുണ്ട്. ഇതിൽ കുറേ തപ്പിത്തെറിഞ്ഞ് അതിൽ നിന്ന് എന്താണെന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് പോവാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ സൻഹേൽ കയറിയിട്ടുണ്ടായിരുന്നു. സൻഹേലും കുറേ നോക്കി, പക്ഷേ അവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ആ റോലിനുള്ള നെക്സ്റ്റ് ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒന്നും കിട്ടാത്തതുകൊണ്ട് നെക്സ്റ്റ് സോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈ ഓപ്പൺ ആക്കിയ സമയത്തുണ്ടല്ലോ നമ്മളായിരുന്നു കേട്ടോ ഫസ്റ്റ് കസ്റ്റമർ. എന്താണെങ്കിൽ ആ ഷോപ്പ് ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. സോയിലും പറഞ്ഞ പോലെ കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്തോ എനിക്കൊന്നും കൊണ്ട് കംഫർട്ടബിൾ ആകുന്നില്ല. ഒന്നാമത് തടി കൊണ്ടാണ്. അടുത്തത് പിന്നെ ലുവയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നീനും ആകെ ടയർഡായി, ഇനി മതി പോവാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആള് നിൽക്കുന്നത്. അവസാനമായിട്ട് ഞാൻ അവളടുത്ത് പറഞ്ഞ MXലും കൂടെ കയറിയിട്ട് നമുക്ക് പോവാന്നുള്ളത്. ആളെ പിടിച്ച് വലിച്ചങ്ങാണ്ട് MXലും കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഒരു പകുതി ഇതിൽ ഞാൻ അവിടുന്ന് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ എന്നാലും വലിയൊരു കുഴപ്പമില്ല, എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു. ഒരു ഗൗൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എന്താണെങ്കിലും സെറ്റായി. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വേണ്ടത് മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. ഞാൻ ഓൾറെഡി അബുദാബിയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്ട്സ് എല്ലാം എനിക്ക് തോന്നുന്നു എക്സ്പയർഡ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ പുതിയത് വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോഴാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ 30% ഓഫർ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ കാരണം എവിടെയാണോ 5 പൈസ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ടല്ലേ നമ്മളൊക്കെ തൂത്ത് വാരുള്ളൂ. ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഇങ്ങനെ ഏതാണ് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ളത് എന്നുള്ളത് അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. പിന്നെ കോമ്പാക്റ്റും അതുപോലെ തന്നെ സൺസ്ക്രീനും പിന്നെ ഒരു BB ക്രീമും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിലും ഈ പറഞ്ഞ പോലെ തന്നെ 30% ഓഫർ. അത് എനിക്ക് തോന്നുന്നു ലൈഫ് ലോങ് ഉള്ളതാണ്, അല്ലാണ്ട് ഈ ഒരു ടൈമിൽ മാത്രമല്ല കേട്ടോ. ജസ്റ്റ് പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കൊണ്ടോ. പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രമല്ല ഇവിടെ ബാഗിനും തന്നെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു ബാഗും കൂടെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും വൈകുന്നേരം ആയതുകൊണ്ട് അതൊന്നും നോക്കാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ റിജക്റ്റ് ആക്കി. പിന്നെ സെറമോൾക്ക് ഒരു ഹെയർ ബോയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് ബില്ലാക്കി ബസ്സിൽ കയറിയപ്പോഴേക്കും അരി വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മഴയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് സെറമോളെ എടുത്തിട്ട് അനിസകാൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ.